പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ പ്ലാന്റ്സൊക്കെ വാങ്ങിച്ചിട്ട് മാറ്റി മണ്ണിൽ നടുവല്ലോ. മണ്ണിലാണെങ്കിലും വലിയ ഗ്രോ ബാഗിലൊക്കെ നടുമ്പോൾ അത് കുറേ ഇങ്ങനെ നിന്നിട്ട് പൂക്കുന്നുമില്ല. കൂടുതലും ഈ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെയാണ്, അത് പൂക്കുന്നില്ല. പിന്നെ അടുത്ത നാമ്പുകളൊന്നും വരുന്നില്ല. വാങ്ങിച്ച് വെച്ച പോലെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മളിത് വെക്കുമ്പം തന്നെ നന്നായിട്ട് അടിവളം ഇട്ട് വെക്കണം. അവരിത് ഒരു നല്ല പച്ചപ്പുള്ള മണ്ണിലാണ് ഈ പ്ലാന്റ് പിടിപ്പിച്ച് നമുക്ക് തരുന്നത്. ഈ ലെയർ ചെയ്ത അല്ലെ ബഡ് ചെയ്ത ഫ്രൂട്ട്സ് പ്ലാന്റ് അല്ലെ ചെടികൾ ഒക്കെ ചെറിയ കവറിൽ നന്നായിട്ട് പച്ചപ്പുള്ള മണ്ണിലാണ് തരുന്നത്. അത് മണ്ണിനകത്ത് ആ വേര് തിക്കായിട്ടിരിക്കും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല ആഴത്തിൽ വേണം കുഴിയെടുക്കാൻ. ഏകദേശം ഒരു 60 സെൻറ്റിമീറ്റർ താഴ്ചയിലും വിസ്താരത്തിൽ കുഴിയെടുക്കണം. കുഴി നന്നായിട്ട് എടുത്തിട്ട് ആ കുഴിയുടെ അകത്ത് അത്യാവശ്യം ഡോളാമൈറ്റ് വല്ലതും ഇട്ടൊന്ന് കുഴി വൃത്തിയാക്കണം. അപ്പോൾ മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റാകും. കീടങ്ങളൊക്കെ ഉണ്ട് കുറേ മാറുകയും ചെയ്യും. പിന്നെ കുറച്ച് കരിയില, സ്വല്പം കരിയിലിട്ട് ആ കുഴിയുടെ അകത്ത് കൊള്ളാതെ കരിയിലിട്ട് കത്തിക്കണം. കത്തിച്ച് ആ ചാരവും മണ്ണും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഏറ്റവും അടിയിലോട്ട് ആ ചാരവും മണ്ണും കൂടെ അങ്ങ് പോകുമല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 കിലോ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് എത്ര വലിപ്പം ഉണ്ടെങ്കിലും ആ കുഴിയുടെ ഇപ്പോൾ ഒരു 60 സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള ഒരു കുഴിയുടെ കണക്ക് ഞാൻ പറയുവാണ്. ഒരു 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ഒരു 200 ഗ്രാം എല്ലുപൊടി മതി. എല്ലുപൊടി കുറച്ച് മതി. എല്ലുപൊടി, ചാണകപ്പൊടി, ചാരം ഓൾറെഡി ആ തടത്തിലുണ്ട്, ചകിരി കമ്പോസ്റ്റ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുഴി നിർത്ത മണ്ണുണ്ടല്ലോ, ആ മണ്ണിൻ്റെ പകുതി മണ്ണും ഈ നമ്മൾ ചേർത്ത കമ്പോസ്റ്റെല്ലാം അവിടെ മിക്സ് ചെയ്ത് വളവും ഈ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തത് മണ്ണുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഈ കുഴി ഫില്ലാക്കണം. ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ പ്ലാന്റ് ഉണ്ടല്ലോ, വാങ്ങിച്ച പ്ലാന്റ് അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ട് ആ മണ്ണ് ചെറുതായിട്ട് ഉടയ്ക്കണം. കംപ്ലീറ്റ് അങ്ങ് ഉടച്ച് മണ്ണ് മാറ്റാനല്ല, ചെറിയ രീതിയിലൊന്ന് ഉടച്ച് വേരൊക്കെ നമ്മുടെ മണ്ണിലോട്ട് പാകത്തിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഉടച്ചിട്ട് മണ്ണിലോട്ട് താത്ത് വെച്ച് കൊടുക്കണം. താത്ത് വെച്ച് കൊടുത്തിട്ട് കുഴി മൊത്തം ഫില്ലാക്കരുത്. പകുതി ഭാഗം നമ്മൾ താഴെ വെക്കുന്നതനുസരിച്ചുള്ള പകുതി ഭാഗം കുഴി ഫില്ല് ചെയ്യണം. കുറച്ച് തടവായിട്ട് മേളിൽ കിടക്കണം. അപ്പോൾ അരികെ എത്തി വരുമ്പോഴത്തേനും ഇതിന് തടവുമാകും. ക്രമേണ നമുക്ക് വളമിട്ടാലും ഇച്ചിരി പുല്ലുകളോ പച്ചപ്പുല്ലുകളോ അല്ലെ പച്ചക്കാടുകളൊക്കെ വിട്ടിട്ടാലും ആ തടത്തിൽ കിടക്കുന്ന രീതിയിൽ പ്ലാന്റ് വലുതാകും. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനെ ഈ പ്ലാന്റ് പതുക്കെ വളരാൻ തുടങ്ങും. കാരണം ചാണകപ്പൊടിയും അതുപോലെ കമ്പോസ്റ്റ്, ചകിരിച്ചോറ് ഉള്ളിടത്തോട്ട് വേരെളുപ്പം ചെല്ലും. ഈ വേപ്പിൻ പിണ്ണാക്ക് ചെല്ലുമ്പോഴത്തേക്കിന് അതിന് കീടങ്ങളെയൊക്കെ നശിക്കുകയും ചെയ്യും. അതിനുള്ള നിമാവിരകളെ അതൊക്കെ നശിക്കും. കേടുവളം ഉണ്ടെങ്കിൽ അത് മാറും. നല്ലൊരു വളർച്ച ഉണ്ടാകും. അതിനൊക്കെ വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. എല്ലുപൊടി ചെല്ലുമ്പോഴത്തേനും ഫോസ്ഫേറ്റിൻ്റെ കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നല്ല വളർച്ച ഉണ്ടാകും. നമ്മൾ ഡോളാമൈറ്റ് ഇടുന്നതുകൊണ്ട് കാൽസ്യത്തെയൊക്കെ ആഗിരണം ചെയ്യാൻ ചെടിക്ക് കഴിവുണ്ടാകും. അപ്പം നേരത്തെ ഞാൻ പല വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നടുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആദ്യം വെള്ളം ഒഴിക്കരുത്. ഈ തുടർന്നറിയും വെള്ളം ഒഴിക്കരുത്. മണ്ണിന് നനച്ചതിന് ശേഷം നമ്മൾ നട്ടു കൊടുക്കുന്നത്. പിന്നെ ചെറിയ നനവും മതി. അങ്ങനെ പതുക്കെ ഇത് വളർന്നിട്ട് ഒരു 2 മാസം ആകുമ്പോഴത്തേക്കിനും നമ്മൾ തടത്തിലൊന്ന് ഇച്ചിരി വളമിട്ട് കൊടുത്ത് നനച്ച് പച്ച ഇലയൊക്കെ ഇട്ടൊന്ന് മൂടി കൊടുക്കണം. അങ്ങനെ കൃത്യമായിട്ടൊരു 1.5 വർഷം നമ്മൾ ഇതിനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ ഗ്രോത്തിൽ ഈ പ്ലാന്റ് വളരും. പ്ലാന്റ് വലുതാകുമ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് കായ്ഫലം ഉണ്ടാകും. ആദ്യം നല്ല ചെനപ്പൊക്കെ പൊട്ടി വരുമ്പോൾ നിങ്ങളതിന് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നല്ല ശിഖരങ്ങൾ 1-2 പ്രാവശ്യം പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെടിക്ക് നല്ല ശിഖരങ്ങൾ വരും. എളുപ്പം പൂക്കുകയും ചെയ്യും. ലെയർ ചെയ്ത് വരുന്ന എല്ലാ പ്ലാന്റ്സും നന്നായിട്ട് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന ഫലവൃക്ഷങ്ങളാണെങ്കിൽ പിടിപിടിയെന്നുണ്ടാകും. പക്ഷേ നമ്മൾ 2 വർഷം ചെടി ഗ്രോത്ത് ആയതിന് ശേഷമേ അതിനകത്ത് ഈ ഫലം നിർത്താവൂ. ഇപ്പോൾ പേരയായാലും മാവായാലും പ്ലാവായാലും എന്ത് ഫലവൃക്ഷമായാലും ആ കായ ഉണ്ടാകുന്നത് ഒരു 2 വർഷം ചെടി വലുതായതിന് ശേഷം മാത്രമേ ആകാവൂ. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഗ്രോത്തിൽ ഈ ചെടി വളരുകയും ചെയ്യും. നമുക്ക് നന്നായിട്ട് അതിനകത്ത് ഫലം എടുക്കുകയും ചെയ്യാം. ഓക്കെ.